നിങ്ങളൊരു സ്വപ്നം കാണുമ്പോൾ, ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നത് ആരായിരിക്കും? നിങ്ങളുടെ വീടിനടുത്തുള്ളവർ, നിങ്ങളുടെ രക്തബന്ധുക്കൾ, നിങ്ങളോടൊപ്പം വളർന്നവർ. കാരണം നിങ്ങളുടെ പഴയ പരാജയങ്ങളും വീഴ്ചകളും അവർക്ക് മനഃപാഠമാണ്. അവർക്ക് നിങ്ങളുടെ ഇന്നലകളെ അറിയാം, പക്ഷേ നിങ്ങളുടെ നാളകളെ ദർശിക്കാനുള്ള കണ്ണ് അവർക്കില്ല. നിങ്ങളുടെ മാറ്റം അവരുടെ സുരക്ഷിത ബോധത്തെ അഥവാ കംഫോർട്ട് സോൺ അസ്വസ്ഥമാക്കുന്നു. ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ ഒരു വിചിത്രമായ സത്യം നമുക്ക് മുന്നിൽ തെളിയും. ലോകത്തിന്റെ ഗതി മാറ്റിയ വിപ്ലവകാരികളും പ്രവാചകന്മാരും തങ്ങളുടെ ജന്മനാട്ടിൽ വെറും അപരിചിതർ മാത്രമായിരുന്നു. തങ്ങൾ നടന്നു വന്ന വഴികളിലെ പൊടിപടലങ്ങൾ അറിയുന്നവർക്ക് അവരുടെ ഉള്ളിലെ പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പരിചിതത്വം അഥവാ ഫെമിലിയാരിറ്റി പലപ്പോഴും ബഹുമാനത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്നു. യേശു ക്രിസ്തു നസ്രയത്തിലെ തെരുവുകളിലൂടെ നടന്ന ആ മനുഷ്യൻ ദൈവിക പ്രവാചകനാണെന്ന് അംഗീകരിക്കാൻ അവന്റെ അയൽക്കാർക്ക് കഴിഞ്ഞില്ല. ഇവൻ ആ തച്ചന്റെ മകനല്ലേ എന്ന പരിഹാസമായിരുന്നു അവന് ലഭിച്ച പ്രതിഫലം. ഒരു പ്രവാചകരും സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന വലിയ സത്യം ലോകത്തിന് അദ്ദേഹം നൽകി. മുഹമ്മദ് നബി മക്കയുടെ മണ്ണിൽ സത്യത്തിന്റെ സന്ദേശം മുഴക്കിയപ്പോൾ സ്വന്തം ഗോത്രക്കാർ അദ്ദേഹത്തെ വേട്ടയാടി. മദീന എന്ന അന്യമണ്ണ് അദ്ദേഹത്തെ സ്വീകരിച്ചപ്പോഴാണ് ആ പ്രകാശം ലോകമെങ്ങും പടർന്നത്. ബുദ്ധനാകാൻ സിദ്ധാർത്ഥൽ കൊട്ടാരവും സ്വന്തം രാജ്യവും ഉപേക്ഷിക്കേണ്ടി വന്നു. ജെറമിയ പ്രവാചകൻ തന്റെ ജനതയാൽ വേട്ടയാടപ്പെട്ടു. അവർ കണ്ടത് തങ്ങൾക്കൊപ്പം കളിച്ചു വളർന്ന ഒരു സാധാരണക്കാരനെ മാത്രമാണ്. പക്ഷേ ലോകം കണ്ടത് അവരിലെ ദൈവീകമായ വെളിച്ചത്തെയായിരുന്നു. ഇവർക്കെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ടായിരുന്നു. അവർ മാറ്റം ആഗ്രഹിച്ചു, പക്ഷേ അവരുടെ ചുറ്റുമുള്ളവർ ആ പഴയ രൂപത്തെ മാത്രം സ്നേഹിച്ചു. ഇത് പ്രവാചകന്മാരുടെ മാത്രം വിധിയല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതയാത്രയിലെ ഒരു ഘട്ടമാണിത്. എന്നാൽ ഓർക്കുക, നിങ്ങളെ തിരിച്ചറിയാൻ ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളെ അറിയാത്ത ഒരു അപരിചിതനായിരിക്കും നിങ്ങളുടെ കഴിവിനെ ആദ്യം അഭിനന്ദിക്കുക. ദൂരെയുള്ള ഒരു നഗരമായിരിക്കും നിങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുക. സ്വന്തം തോട്ടത്തിൽ പൂക്കാത്ത പൂക്കൾ അന്യനാട്ടിലെ വനങ്ങളിൽ വസന്തം തീർക്കാറുണ്ട്. നിങ്ങളെ അംഗീകരിക്കാത്ത നിങ്ങളുടെ ഗ്രാമത്തെയോ നാട്ടുകാരെയോ ഓർത്ത് നിരാശപ്പെടരുത്. അത് നിങ്ങളുടെ കുറവല്ല, മറിച്ച് അവരുടെ കാഴ്ചപ്പാടിന്റെ പരിമിതിയാണ്. സ്വന്തം നാട്ടിൽ നിങ്ങൾ വെറുമൊരു മനുഷ്യനായിരിക്കാം, പക്ഷേ ലോകത്തിന് നിങ്ങൾ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. വേരുകൾ ആഴത്തിൽ ഇറങ്ങുന്നത് മണ്ണിലാണെങ്കിലും മരത്തിന്റെ ചില്ലകൾ ആകാശത്തോളം ഉയരേണ്ടതുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നവർ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ നാട്ടുകാർ കേൾക്കുന്നില്ലെങ്കിൽ ഉറക്കെ വിളിച്ചു പറയുക, ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി. കാരണം മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുന്നത് പരിചിതമായ ഇടങ്ങളിലല്ല, മറിച്ച് അജ്ഞാതമായ യാത്രകളിലാണ്.